ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളിന് ശേഷം, കുറേ നാളെന്ന് വെച്ചാൽ ഒരു 1.5 വർഷമായി കാണുമല്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്, ഒത്തിരിയായി. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ടാണ് നിർത്തിയത്. പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഒന്നും കൂടെ. അപ്പോൾ കുറേ നമ്മൾ ഈ വീഡിയോ ഇടാതിരുന്ന സമയത്ത് കുറേ കുട്ടികൾ വന്നിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വീഡിയോ ഇടാത്തത്, സുഖമാണോ എന്നൊക്കെ കുറേ അന്വേഷണങ്ങളും വീഡിയോ ഇടാത്തതിന് പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ആയപ്പോഴത്തേക്ക് ഞാൻ തന്നെ വിചാരിച്ചു എങ്കിൽ വീണ്ടും ഇട്ടേക്കാം എന്നുള്ളത്. ഞാനിങ്ങനെ വിചാരിച്ചിട്ട് വീണ്ടും ഇട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി എന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷത്തിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് അടുക്കളയിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയത് കൊണ്ട് തന്നെ കുറേ ജോലികളുണ്ട് രാവിലെ. അൻവിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അൻവിയുടെ കാര്യങ്ങളിപ്പോൾ എല്ലാം എൻ്റെ അമ്മ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അമ്മ എല്ലാ കാര്യങ്ങളും അവൻ നല്ലപോലെ അമ്മയുടെ അടുത്ത് നിന്നോളും. എൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ അവൻ അമ്മയുടെ അടുത്ത് നല്ലപോലെ നിന്നോളും. ഒരു പ്രശ്നമില്ല. അവർ രണ്ടും ഇപ്പം ഭയങ്കര ചങ്കം കരളുമാണ്. എന്നെക്കാളും കൂടുതൽ അമ്മയുടെ തന്നെ ഇപ്പോൾ അവൻ നിൽക്കുന്നത്. ഞാൻ രാവിലെ ജോലിക്ക് പോകും. 9 മണിയാകുമ്പോഴാണ് എനിക്ക് തുടങ്ങുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പോകും. അതിന് മുന്നേ പോകും. ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലിറങ്ങും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫുഡൊക്കെ വെക്കണം. ബാക്കി പണിയൊക്കെ അമ്മ നോക്കോളും. അപ്പോൾ അതിനിടയ്ക്കുള്ള കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളമാണ് കേട്ടോ അടുപ്പിലോട്ട് വെക്കുന്നത്. അതിന് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് വെണ്ടയ്ക്കയും മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വെണ്ടയ്ക്കയും സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അരിയാനായിട്ട് പോവാണ്. അപ്പം ഏട്ടന് കൊണ്ടുപോകാനായിട്ട് മറ്റേ ജീരക വെള്ളം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ഏട്ടന് ജീരകമുള്ള കുടിക്കാറ്. പിന്നെ നമുക്കല്ല സാധാ നമ്മുടെ പതിമുഖം പൊടിയുണ്ടല്ലോ, അതിട്ടിട്ട് വെള്ളം ചൂടാക്കി ചെയ്യുന്നത്. അതുകൊണ്ട് 2 രീതിക്കാണ് ഇവിടെ വെള്ളം ചൂടാക്കുന്നത്. അപ്പോൾ രണ്ടും ആദ്യം തന്നെ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്ക അരിയാണ് കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ചുമ്മാ മുന്നൊന്നും പ്ലാൻ ചെയ്യാറൊന്നുമില്ല ഏത് കറി ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ തോന്നുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകും. പിന്നെ പച്ചക്കറി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഞാനൊരു 5:15 ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കും. അത് 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിക്കും. 5 മണി തൊട്ട് ഇങ്ങനെ അലാറം അടിച്ചു തുടങ്ങും. പക്ഷേ അത് കുറച്ച് നീട്ടി 5:15, 5:20 ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റല്ലേ പറ്റൂ. അതുകൊണ്ട് ആ ടൈമിലൊക്കെ എഴുന്നേറ്റിട്ട് പിന്നെ പോയിട്ടാണ് കേട്ടോ പണിയൊക്കെ ചെയ്യാറ്. അങ്ങനെ ഞാൻ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിട്ട് നമ്മുടെ ചീനിച്ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസം ഞാൻ ഞായറാഴ്ച പോയിട്ട് മീൻ വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു രാത്രി. എന്നിട്ട് മീൻ കണ്ടിച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. വറുക്കുകയും വേണം, പിന്നെ മീൻകറി ഉണ്ടാക്കുകയും വേണം കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് മുട്ട പുഴുങ്ങാമെന്ന് വെച്ചിട്ട്, അപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. 5 മുട്ട കേട്ടോ വെച്ചത്. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പൂരി ഇന്നലെ കടയിൽ പോയപ്പോഴത്തേക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാക്കറ്റിൽ ഇപ്പോൾ കിട്ടുമല്ലോ. അപ്പം രാവിലെ മടി ആയതുകൊണ്ട് പാക്കറ്റിൽ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടായിരുന്നു. അപ്പം നേരമൊക്കെ വെളുത്ത് വന്നു കേട്ടോ. 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി ആയതുകൊണ്ട് മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് ചായ ഇടാനായിട്ട് ചായ അടുപ്പിൽ വെച്ചു. അപ്പോൾ എല്ലാവർക്കും ചായ വേണമല്ലോ. ഞാൻ മധുരം ഇല്ലാതാണ് കേട്ടോ രാവിലെ ചായ കുടിക്കും. ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ കുടിക്കാറുള്ളൂ. സ്ഥിരം രാവിലെ ചായ കുടിക്കാറില്ല. മധുരം ഇല്ലാതെയാണ് കുടിക്കാറ്. അഥവാ ഉണ്ടാക്കുന്നെങ്കിൽ മധുരം ഇല്ലാതെ കുടിക്കും. ആ മധുരത്തിനോട് എനിക്കിപ്പോൾ വലിയ താല്പര്യമില്ല. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മധുരം. അയ്യോ, ഞാൻ ജിലേബിയും ലഡുവൊക്കെ നല്ല കഴിക്കുമായിരുന്നു. പക്ഷേ ഷുഗറൊന്നും വന്നിട്ടില്ല. അത് എന്തോ ഭാഗ്യത്തിന് വന്നിട്ടില്ല. ഇപ്പം പക്ഷേ മധുരത്തിനോട് അങ്ങനെ താല്പര്യമില്ല. ആദ്യമേ അങ്ങനെ ആയിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ മധുരത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം അതൊന്നുമില്ല. അങ്ങനെ ചായ അടുപ്പിച്ചിട്ട് നമ്മുടെ മീൻകറി ആക്കാനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കാറ്. പിന്നെ ചായ ആയിട്ടുണ്ട്. ചായ ഇനി ഞാൻ എല്ലാ കപ്പിലോട്ടൊക്കെ ആദ്യം ഒന്ന് 2-3 തവണ ഒഴിക്കുമല്ലോ. ഒഴിച്ചിട്ട് പിന്നെ എല്ലാവർക്കും കപ്പിലൊക്കെ ആക്കിയിട്ട് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി മീൻകറി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ തേങ്ങ തിരുവി വെച്ചായിരുന്നു കേട്ടോ. ജോലി എളുപ്പമാക്കണ്ടേ, ചില്ലറ കാര്യമൊന്നുമല്ല ഇത്രയും പണിയൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തലേ ദിവസം തന്നെ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉള്ളിയൊക്കെ നേരെയാക്കി കഴുകി നമ്മുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ അരയ്ക്കാനായിട്ട് പോകാൻ കേട്ടോ. ഞാൻ നേരത്തെ വറുത്ത് വെച്ച ആ മുളക് പൊടി ആ ഒരു ഇതുണ്ടല്ലോ, അതും പിന്നെ തേങ്ങയും കൂടി ഇട്ടാണ് അരയ്ക്കുന്നത്. നല്ലൊരു രസമാണ് കേട്ടോ. സാധാരണ നമ്മൾ പച്ചയ്ക്ക് അരച്ച് വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. മത്തിയൊന്നും പക്ഷേ ഇങ്ങനെ വെക്കാറില്ല കേട്ടോ. മത്തിയൊക്കെ നമ്മൾ പച്ചക്കരച്ച വെക്കാറ്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മളെ കഴിഞ്ഞൊരു വ്ളോഗിൽ കാണിച്ചതായിരുന്നു. അയ്യോ, എൻ്റെ അൻവി എഴുന്നേറ്റ് വന്ന് കണ്ടോ കരഞ്ഞുകൊണ്ട് അമ്മാന്ന് വിളിച്ചാൽ വരുന്നത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ കരഞ്ഞുകൊണ്ട്, ഞാൻ അടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് വരും. ഞാൻ പിന്നെ കുറച്ച് നേരം എടുത്തൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ കരച്ചിലൊക്കെ മാറുള്ളൂ. അത് കുഞ്ഞിലെ മുതലുള്ള ശീലമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ വളർന്നു വരുന്തോറും അവൻ വാവയായിട്ട് വരുവാണ്.
എന്ത് ചെയ്യാനല്ലേ, കുഞ്ഞു കൊച്ചുങ്ങളല്ലേ, നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലേ. നിങ്ങളുടെയും കുട്ടികൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബ് കുട്ടീസിന് ഒത്തിരി ഉണ്ട് കേട്ടോ കുട്ടീസ്. അപ്പം അവരെല്ലാം ഇങ്ങനെയാണെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി എന്താ കൊടുക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വിശേഷം താഴെ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ അതാ അൻവീനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ വറുക്കാനായിട്ട് ഇട്ടായിരുന്നു കേട്ടോ. അമ്മ വന്നിരിപ്പുണ്ട്, അമ്മയുടെ അടുത്താണ് കാര്യം പറയുന്നത്. അവൻ എത്ര കൊഞ്ചിച്ചാലും അവൻ ആ രാവിലത്തെ ഉറക്കത്തിൻ്റെ ആ മൂടി നിന്നൊന്നും മാറത്തില്ല കേട്ടോ. ഇച്ചിരി കഴിയണം. ഞാൻ പിന്നെ അത് അവിടെ ഇരുത്തിയിട്ട് മീൻകറി അടുപ്പിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മീൻ അരപ്പൊഴിച്ചിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ മീൻ ഇടുന്നത്. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് അവിടെ സൈഡിലാവുന്നുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ അവിടെ മൊത്തം ഇങ്ങനെ തെറിച്ച് നാശകോശമാവുന്നുണ്ട്. ഞാൻ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പണി എളുപ്പമാക്കണമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മനസ്സിലായില്ലേ. അങ്ങനെ ആ മീൻ കട്ട് ചെയ്തിട്ട് മീൻ കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ സെറ്റാവും കേട്ടോ. അതവിടെ ഇരുന്നായിക്കോളും. അപ്പം ഞാൻ എന്താ മീനോട്ട് നേരെ ആക്കുന്നുണ്ട്. പിന്നെ അൻവിക്ക് എൻ്റെ അടുത്ത് വന്നേ ഒക്കത്തുള്ളൂ കേട്ടോ. അപ്പം അവിടെ കുരുത്തക്കേട് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എടുത്ത് ഇടുപ്പിലോട്ട് വെച്ചിട്ട് ബാക്കി മീനൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടച്ച് വെക്കോട്ടോ. അടുത്ത സൈഡും കൂടെ ഇച്ചിരി കൂടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നാവും. അപ്പോഴത്തേക്ക് മീൻകറി അവിടെ ഇരുന്നാവും. പുളിയും പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറിയുടെ റെസിപ്പി എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പം പ്രത്യേകം എടുത്ത് കാണിക്കണ്ടല്ലോ, എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ നല്ലതാണ് കേട്ടോ മീൻകറി. നമ്മളിങ്ങനെ മുളക് പൊടിയൊക്കെ വറുത്ത് വെക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ്. തേങ്ങയൊന്നും വറുക്കുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയെന്നല്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ നമ്മുടെ എന്താണ് ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയും ആവുന്നുണ്ട്. മീൻകറി അവിടെ നിന്ന് തിളച്ച് ആകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് പിന്നെ അൻവിയെ കുളിപ്പിക്കാൻ പോയിട്ടോ. ഞാൻ എണ്ണ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. എന്നിട്ടാണ് അൻവിയെ കുളിപ്പിച്ചിട്ട് വന്നു. ഞാൻ രാവിലെ കുളിച്ചായിരുന്നല്ലോ, എനിക്ക് ജോലിക്ക് പോകണമല്ലോ. അപ്പം അൻവീനെ പോയി ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഞാൻ എന്താ ഭൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അത്ര ഒരു നമ്മളുണ്ടാക്കുന്ന ഒരു ഗുമ്മ് വന്നില്ല കേട്ടോ. അല്ലാതെയൊക്കെ കുഴപ്പമില്ല, പക്ഷേ എനിക്കെന്തോ അത്ര കട്ടിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്, പൊങ്ങി വരുന്നില്ല അങ്ങനെയൊക്കെ. ചേച്ചി വിളിച്ചു കേട്ടോ അമ്മയുടെ ഫോണിലപ്പം അതിൽ സംസാരിക്കുകയാണ്. ചേച്ചിയായിട്ട് പിന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ ചേച്ചി എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പം ചേച്ചിയെടുത്ത് സംസാരിച്ചിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ അതാ ഏട്ടന് പിന്നെ ഒരു ചായയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. രാവിലെ ചായ കൊടുത്തായിരുന്നു, പിന്നെ പുള്ളിക്കാരന് പിന്നെയും ചായ വേണമെന്ന് പറഞ്ഞു. അത് പണ്ടൊക്കെ ആണെങ്കിൽ 4-5 തവണയായിരുന്നു ചായ കുടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം 2 തവണയൊക്കെ ഉള്ളൂ രാവിലെ കുടിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചെടുത്ത് തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചില്ലായിരുന്നോ, അപ്പോഴാണ് ഞാൻ ഓർത്തത് തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞായറാഴ്ച നമ്മൾ വെച്ച ചിക്കൻ കറി കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കി ഭൂരിയുടെ കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മുട്ട ഞാൻ പുഴുങ്ങിയത് അല്ലാതെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാം സെറ്റായി. മീൻ വറുത്തത്, തോരൻ, പിന്നെ ചോറ്, ഇന്നലത്തെ ചിക്കൻ കറി, മീൻ കറി, മുട്ട പുഴുങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും